ഹായ് ഓൾ, പി കെ ലേണിംഗ്സിൻ്റെ PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റി പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ വെൻ ഡയഗ്രം ആണ്. ക്ലോക്കിൽ ടൈം ആൻഡ് ആംഗിളും അതുപോലെ ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷനും പിന്നെ വെൻ ഡയഗ്രവുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2020 PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ക്ലോക്കിലെ സമയം 8 മണി കാണിച്ചിരിക്കുന്നു. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ്. അപ്പോൾ ഇത് 003/2020 LD ക്ലർക്കിന്റെ ചോദ്യപേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഇക്വേഷൻ അറിയായിരിക്കും. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, നോക്കിയാൽ ഇവിടെ ആംഗിളിന്റെ ഇക്വേഷൻ എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു 30h - 11/2 m ആണ്. മോഡുലസ് ഓഫ് 30h - 11/2 m ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് എന്ന് പറയുന്നത് 8 ആണ് അല്ലെ, 8 മണിയാണ്. അപ്പോൾ അവറിന്റെ വാല്യൂ 8 ആണ്. പക്ഷെ മിനിറ്റിന്റെ വാല്യൂ ഇവിടെ 0 ആണ്. മിനിറ്റിന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിൽ ഈ സെക്കൻഡ് ടേം അങ്ങ് പോകും. 11/2 m എന്ന് പറയുന്ന ടേം അങ്ങ് പോകും. അപ്പോൾ നോക്കിയേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 × 8 വരും. 30 × 8 എന്ന് പറഞ്ഞാൽ 240 വരും. 240 ഡിഗ്രിയാണ് ആംഗിള്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ 240 ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് അല്ലേ. ഒരു റൗണ്ടിന്റെ മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ 8 മണി എന്ന് പറയുമ്പോൾ അവർ ഹാൻഡ് 8ന്റെ നേരെയും മിനിറ്റ് ഹാൻഡ് 12ന്റെ നേരെയും ആയിരിക്കും അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഈ ആംഗിള് മണിക്കൂറും മിനിറ്റും തമ്മിലുള്ള ആംഗിളാണ്, അല്ലെങ്കിൽ ഈ ചെറിയ ആംഗിള് അത് മണിക്കൂറും മിനിറ്റും തമ്മിലുള്ള ആംഗിളാണ്. അപ്പം നമുക്കിവിടെ കിട്ടിയത് 240. ഈ പുറത്തെ ആംഗിൾ, ഈ വലിയ ആംഗിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 240. അപ്പോൾ ഈ അകത്തെ ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം? മൊത്തം 360 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ആംഗിൾ 240 ആണെങ്കിൽ ഈ കൊച്ച ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 - 240. 360 - 240 ചെയ്യുമ്പോൾ എത്ര വരും? 120 ഡിഗ്രി. 120 ഡിഗ്രി ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. 2 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30h - 11/2 m ആണ്. അവിടെ എമ്മിന്റെ വാല്യൂ 0, അതായത് ഇതൊരു മണിക്കൂർ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 8 മണി എന്ന് പറയുമ്പോൾ മണിക്കൂറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 8 ആണ്. മിനിറ്റിന്റെ അവിടെ 0 ആണ്. അതുകൊണ്ട് ആ സെക്കൻഡ് ടേം അങ്ങ് പോകും. 30 × 8 240 വരും. 240 ഓപ്ഷനിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 360 - 240 ചെയ്യുക. 120 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2 ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് അറ്റ് 7:20 AM? അപ്പം നേരത്തെ നമ്മൾ ചെയ്ത പോലത്തെ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 7:20 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആ 2 ഹാൻഡ്സും തമ്മിൽ, 2 സൂചികൾ തമ്മിലുള്ള ആംഗിൾ എത്രയെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു ഓൺലൈൻ ചോദ്യ പേപ്പറിലാണ് കേട്ടോ. 002/2020 ഒരു ഓൺലൈൻ ചോദ്യ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ്. ആംഗിൾ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 30h - 11/2 m ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 30 × h എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ് അല്ലേ. -11/2 × എമ്മിന് ഇവിടെ വാല്യൂ ഉണ്ട് 20. കണ്ടോ, ഇവിടെ 7:20 ആണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 20 ആണ്. അപ്പോൾ മോഡുലസ് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 210 ആണ് അല്ലേ. 210 മൈനസ് ഇവിടെ ഈ 2ഉം 20 കൂടെ വെട്ടുമ്പോൾ 10 വരും. 11 × 10 എന്ന് പറഞ്ഞാൽ 110 ആണ്. ഇനി 210ൽ നിന്ന് 110 കുറച്ചാൽ എത്ര കിട്ടും? 100 ഡിഗ്രി അല്ലേ. 100 ഡിഗ്രി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ ആൻസർ ഡയറക്റ്റ് ആയിട്ടുണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു ക്ലോക്കിൽ 7 മണി അടിക്കാൻ 7 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ 10 മണി അടിക്കാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. എത്ര സമയം എടുക്കും? ഓക്കെ. അപ്പോൾ ഇത് പോലീസ് കോൺസ്റ്റബിൾ IRBയുടെ ചോദ്യപേപ്പർ 018/2020. അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും 7 മണിക്ക് അടിക്കാൻ 7 സെക്കൻഡ് ആണെങ്കിൽ 10 മണി അടിക്കാൻ 10 സെക്കൻഡ് ആണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. ഇത് ചെയ്യാൻ, ഇങ്ങനത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇൻ്റർവെല്ലാണ്. അതായത് ടൈം, ഈ മണി അടിക്കുന്നതിനിടയ്ക്കുള്ള ആ ഒരു ഇൻ്റർവെല്ലാണ്, അതിൻ്റെ എണ്ണമാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചിലയിടത്തൊക്കെ ഈ ക്ലോക്ക് പെൻഡുലം ക്ലോക്ക് അല്ലേ. പെൻഡുലം ക്ലോക്കൊക്കെ ആണെങ്കിൽ അതിൽ മണി അടിക്കും. അപ്പോൾ 7 മണിയാണെങ്കിൽ 7 പ്രാവശ്യം അടിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ
ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 6 എണ്ണമായിരിക്കും കാണുന്നത്. അപ്പൊ 2 മണികൾക്കിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാം 6 എണ്ണമാണ്. അപ്പൊ ആദ്യം ഒരു മണി അടിച്ചു, അത് പെട്ടെന്ന് അടിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞാണ് രണ്ടാമത്തെ മണി, പിന്നെ അങ്ങോട്ടെല്ലാം റെഗുലർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ ആദ്യത്തവന് ഗ്യാപ്പില്ല, അവ പെട്ടെന്ന് വീഴുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ 7 മണി അടിക്കുന്നെങ്കിൽ അതിനിടയിലുള്ള ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 6 ആണ്. എന്താണ്? 6 ആണ് നമുക്ക് വരുന്ന ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ 9 മണിയാണെങ്കിൽ ടൈം ഇന്റർവെൽ 8 ആയിരിക്കും. ആദ്യത്തത് പെട്ടെന്ന് അടിക്കുകയാണ്, അപ്പൊ അതിന് മുന്നേ ഒരു ഗ്യാപ്പ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഒന്ന് കുറഞ്ഞായിരിക്കും നമ്മുടെ ടൈം ഇന്റർവെൽ വരുന്നത്, അല്ലെ? അപ്പൊ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 7 മണി അടിക്കാൻ 6 ഇടവേളകളാണ്. ഇടവേള, ഇന്റർവെൽ അല്ലെങ്കിൽ ഇടവേള, 6 ഇടവേളകളാണ്. അപ്പൊ 6 ഇടവേളയ്ക്കാണ് എത്ര സമയം എടുക്കുന്നത്? 7 സെക്കൻഡ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഇടവേളയ്ക്ക് എത്ര എടുക്കും? ഒരു ഇടവേളയ്ക്ക് എത്ര എടുക്കും? 7/6 ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10 മണി അടിക്കാൻ എത്ര സമയം എടുക്കും എന്നാണ്. 10 മണി അടിക്കാൻ എത്ര ഇടവേളകൾ ഉണ്ടാകും? 9 ഇടവേളകൾ ഉണ്ടാകും, അല്ലേ? ആദ്യത്തെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളതാണ്, അതിന് ഗ്യാപ്പ് ഒന്നുമില്ല. പിന്നെ അങ്ങോട്ട് റെഗുലർ ഇന്റർവെൽസിലാണ് മണി വീണോണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ 10 മണി അടിക്കാൻ എത്ര ഇന്റർവെൽസ് ഉണ്ട്? 9 ഇടവേളകളുണ്ട്, അല്ലേ? അപ്പോൾ 9 ഇടവേളകൾക്ക് എത്ര എടുക്കും? ഒരു ഇടവേളയ്ക്ക് 7/6 ആണ്. അപ്പോൾ 9 ഇടവേളയ്ക്ക് 9 × 7/6. ഇത് വെട്ടുമ്പോൾ 3 കൊണ്ട് വെട്ടുമ്പോൾ 3 പ്രാവശ്യം, ഇവിടെ 2. അപ്പോൾ 7 × 3 21/2. 21/2 എന്ന് പറഞ്ഞാൽ 10.5 സെക്കൻഡ്. 10.5 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചാടിക്കേറി 7 മണി അടിക്കാൻ 7 സെക്കൻഡ് ആണെങ്കിൽ 10 മണി അടിക്കാൻ 10 സെക്കൻഡ് എന്ന് എടുക്കരുത്. ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ സിയിലാണ് 10 സെക്കൻഡ് വെച്ചിരിക്കുന്നത്. ചില ക്വസ്റ്റ്യനിലൊക്കെ ഓപ്ഷൻ എ തന്നെ 10 സെക്കൻഡ് കൊണ്ടുവെക്കും. ചാടിക്കേറി നിങ്ങൾ മാർക്ക് ചെയ്യരുത്. നിങ്ങൾ അവിടെ നോക്കേണ്ടത് ടൈം ഇന്റർവെൽസ് അല്ലെങ്കിൽ ടൈം ഗ്യാപ്പ് ആണ് നോക്കേണ്ടത്. ആ ഇടവേളകളുണ്ടല്ലോ, ഗ്യാപ്സ്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു സമയം തന്നിരുന്നാൽ അതിൽ നിന്ന് ഒന്ന് കുറവായിരിക്കും ആ ഒരു ഇടവേള എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ വേണം നിങ്ങൾ ഈ ചോദ്യം ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, at what approximate time between 4 AM and 5 AM will the hands of a clock be at a right angle? അപ്പോൾ ഇത് ഒരു ഓൺലൈൻ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. 012/2020 പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് എഞ്ചിനീയർ എന്ന് പറയുന്ന എക്സാം, മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയും ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഈ ആംഗിള് 90 ഡിഗ്രി ആകുന്ന സമയം എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 മണിക്കും 5 മണിക്കും ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ സൂചികൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുമല്ലോ. ആ ഒരു സമയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ, അതായത് 30h - 11/2 m എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം, തീറ്റ ഈസ് ഈക്വൽ ടു 30h - 11/2 m എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു ക്ലോക്ക് നിങ്ങളിങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 4 മണി എന്ന് പറയുമ്പോൾ ഇവിടെ 12, ഇവിടെ 3, ഇവിടെ 6, ഇവിടെ 9. അപ്പോൾ 4 മണി എന്ന് പറഞ്ഞത് ഇവിടെ 5, ഇവിടെ 4. അപ്പോൾ ഈ ഒരു ടൈം 4 മണി, ഇത് മുതൽ 5 മണി വരെ, 5 മണി വരെ ആ ഒരു ടൈം ഗ്യാപ്പിൽ എപ്പോഴാണ് 90 ഡിഗ്രി വരുന്നത്? അപ്പം 90 ഡിഗ്രി ഒരു പ്രാവശ്യം അല്ല വരുന്നത്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സിമ്പിളായിട്ടൊരു ക്ലോക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ക്ലോക്കിൽ 90 ഡിഗ്രി എന്ന് പറയുന്നത് ഈ സൂചികൾ, ഇപ്പം ഇങ്ങനെ സൂചി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രിയാണ്. അതുപോലെ ഈ സൂചി ഇങ്ങോട്ടിരുന്നാൽ ഇത് 90 ഡിഗ്രിയാണ്, അല്ലേ? ഇങ്ങോട്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രിയാണ്. അപ്പം 90 ഡിഗ്രി ഒരു പ്രാവശ്യം അല്ല വരുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ 30h - 11/2 m ആണ് നമ്മുടെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. നിങ്ങൾ ഈ ഇക്വേഷനിൽ ഇതിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ ആ ആൻസർ നിങ്ങളുടെ ഈ ഓപ്ഷനിൽ ഉണ്ടാവില്ല. കാര്യം എന്താണ്? ഒന്നിൽ കൂടുതൽ പ്രാവശ്യം 90 ഡിഗ്രി വരുന്നുണ്ടല്ലേ? അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം 90 ഡിഗ്രി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അല്ല ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ആൻസറുകളെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 4:40, 4:38, 4:36, 4:25, അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് നിങ്ങൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നോക്കിയേ,
മണിക്കൂർ സൂചി എപ്പോഴും നാല് അതിനോട് അടുത്തടുത്തായിരിക്കും നിൽക്കുന്നത്. മിനിറ്റ് സൂചി ആദ്യം 40 എന്ന് പറയുമ്പോൾ 8-ലായിരിക്കും. 38 എന്ന് പറയുമ്പോൾ ഈ 8-നും 7-നും ഇടയ്ക്കായിരിക്കും. 36 എന്ന് പറയുമ്പോൾ 6-നും 7-നും ഇടയിലായിരിക്കും വരുന്നത് അല്ലേ, 6-നും 7-നും ഇടയിലായിരിക്കും വരുന്നത്. ഇനി 25 എന്ന് പറയുമ്പോൾ 5-ലായിരിക്കും വരുന്നത്. അതായത് എപ്പോഴും നമ്മുടെ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 4 കഴിഞ്ഞാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇവിടെ ഈ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് 40, പിന്നെ 38, പിന്നെ 36, 25. അതായത് ഈ എല്ലാ സമയങ്ങളിലും നമ്മളുടെ മണിക്കൂർ സൂചി 4-നോട് അടുത്താണ്. കാര്യം 4 മണിക്കും 5 മണിക്കും ഇടയിലാണ്. സോ 5 ആവുന്നത് വരെ ഈ മണിക്കൂർ സൂചി 4-ൽ നിന്ന് തുടങ്ങി പതുക്കെ 5 ആവുമ്പോൾ 5-ലോട്ട് എത്തും. അപ്പോൾ ഈ 4 മുതൽ 5 വരെ ഇങ്ങനെ പതുക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണിക്കൂർ സൂചി. പക്ഷെ മിനിറ്റ് സൂചി ഈ ഓപ്ഷനുകളിൽ എല്ലായ്പ്പോഴും തന്നെ മണിക്കൂർ സൂചി കഴിഞ്ഞാണ് നിൽക്കുന്നത്. മനസ്സിലായോ? 40-ല്, 38-ല്, 36, 25 എന്നൊക്കെ പറയുന്നത് ഈ 4 കഴിഞ്ഞുള്ള പൊസിഷനാണ്. 5, 6, 7, 8 ഇങ്ങോട്ടാണ് നമ്മുടെ മിനിറ്റ് സൂചിയുടെ സ്ഥാനം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ഈ മിനിറ്റ് സൂചിയുടെ ഭാഗം ആദ്യം എഴുതണം. 11/2m - 30h. മനസ്സിലായോ? എന്തുകൊണ്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് നിങ്ങൾ ചോദിക്കും. ആദ്യത്തെ ഇക്വേഷനിലിട്ട് ചെയ്താലും ആൻസർ കിട്ടില്ലേന്ന്. കിട്ടും, പക്ഷെ നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസർ കിട്ടത്തില്ല. മനസ്സിലായോ? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെല്ലാം നമ്മുടെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയെ കടന്നുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിടണം. മിനിറ്റ് സൂചിയുടെ ടേം ആദ്യം എഴുതണം. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ നോക്കിയേ, 11/2 എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? എമ്മിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ എന്ന് പറയുന്നത് 90 ആണ്. -30 × h എത്രയാണ്? 4 ആണ്. കാര്യം 4 മണി മുതൽ 5 മണി വരെ എന്ന് പറയുമ്പോൾ എച്ചിൻ്റെ വാല്യൂ എപ്പോഴും 4 ആയിരിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് എം സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 30 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഈ ഒരു ടേം 120 ആണ് അല്ലേ. അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 90 + 120 ആണ് നമ്മളുടെ 11/2 എം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എം എത്ര വരും? നോക്കിയേ, എം എത്ര വരുമെന്ന് പറഞ്ഞേ. എം ഇസ് ഈക്വൽ ടു 90 + 120 എന്ന് പറയുമ്പോൾ 210. 210 × 2 / 11 വരും. ഇനി 11 കൊണ്ട് ഇതിനെ വെട്ടാൻ പറ്റുമോ നോക്കിയേ. 11 കൊണ്ട് ഇതിനെ പെർഫെക്റ്റ് ആയിട്ട് വെട്ടാൻ പറ്റില്ല. സോ നമ്മൾ അതുകൊണ്ട് 420/11 അല്ലേ. 420/11 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം 33 അല്ലേ. 33 ബാക്കി എത്ര വരും? 9 വരും. 90 വരും. 8 പ്രാവശ്യം 88 2, അതായത് 38 2/11 എന്ന് വരും. 38 2/11. നമുക്ക് ഈ 2/11 അങ്ങ് കളയാം. അത് സെക്കൻഡിൽ വരുന്ന വാല്യൂ അല്ലേ. 38 ആണ് നമ്മുടെ മിനിറ്റിൽ വരുന്ന വാല്യൂ. അതായത് 4 മണി കഴിഞ്ഞ് 38 മിനിറ്റിനോട് അടുക്കുമ്പോൾ ഇവന്മാരുടെ ആംഗിള് 90 ഡിഗ്രി ആകും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളുടെ ഇക്വേഷൻ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് മോഡുലസ് ഓഫ് 30h - 11/2m ആണ്. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്താലും ഒരു ആൻസർ കിട്ടും. ആ ആൻസർ എന്ന് പറയുന്നത് ഈ നമ്മുടെ മിനിറ്റ് സൂചി 4-ന് മുമ്പായിരിക്കുമ്പോൾ ഒരു സമയത്ത് 90 ഡിഗ്രി വരും. ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരും. ആ ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് മിനിറ്റ് സൂചി 4 കടന്നതിന് ശേഷം വരുന്ന 90 ഡിഗ്രി ആംഗിളിലുള്ള ടൈമാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് അറേഞ്ച് ചെയ്തു. നമ്മളിത് ഓപ്ഷൻ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ. അറേഞ്ച് ചെയ്തു. 2 ആൻസറും കൂടെ എന്തായാലും തരില്ല. 2 ആൻസറും കൂടെ തരുവാണെങ്കിൽ നമുക്ക് എ ആൻഡ് ബി എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ, അല്ലെങ്കിൽ ഈ 2 ആൻസറും വരുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 30h - 11/2m തിരിച്ചിട്ടു. 11/2m - 30h എന്നായി. ഇനി ഇവിടെ എം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എച്ചിന് വാല്യൂ കൊടുത്തു അല്ലേ, 4 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ 90 = 11/2m - 30 × 4. അപ്പോൾ ആ 120 വരും. 120 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 90 + 120 210 ആയി. എം അതിൽ നിന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ 420/11 എന്ന് വരും. 420/11 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 38 2/11 എന്ന് വരും. 2/11 നമുക്ക് ഇഗ്നോർ ചെയ്യാം. അത് സെക്കൻഡിൻ്റെ പാർട്ടാണ്, അത് ഇഗ്നോർ ചെയ്യാം. നമ്മുടെ ഓപ്ഷൻ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് 4 മണി 38 മിനിറ്റ് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഈ ഓപ്ഷനിലെല്ലാം 4 എന്തുകൊണ്ടാണ് പറയുന്നത്? 4 നമ്മുടെ മണിക്കൂറാണ്. മണിക്കൂറിനും മിനിറ്റിനും ഇടയിലുള്ള ആംഗിൾ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 4 കഴിഞ്ഞിട്ട് മിനിറ്റ് സൂചി വരുന്ന സമയങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ക്ലോക്കിൽ 1 മണിക്ക് 1 പ്രാവശ്യം മണിയടിക്കും, 2 മണിക്ക് 2 പ്രാവശ്യം മണിയടിക്കും, 3 മണിക്ക് 3 തവണ എന്ന രീതിയിൽ തുടരും എങ്കിൽ
ഒരു ദിവസം എത്ര തവണ മണിയടിക്കും? അപ്പം നിങ്ങൾ നോക്കിയേ, 1 മണിക്ക് 1 പ്രാവശ്യം, 2 മണിക്ക് 2 പ്രാവശ്യം അടിക്കും, അപ്പോൾ 1 + 2. 3 മണിക്ക് 3 പ്രാവശ്യം അടിക്കും, അപ്പോൾ +3. അങ്ങനെ ചെയ്ത് 12 മണിയാവുമ്പോൾ 12 പ്രാവശ്യം അടിക്കും ആണല്ലോ. അപ്പോൾ 1 + 2 + 3 അങ്ങനെ 12 മണി വരെ അടിക്കും. ഇനി നിങ്ങൾ നോക്കിയേ, ഒരു ദിവസം എത്ര പ്രാവശ്യം അടിക്കുമെന്നാണ്. നമുക്കറിയാം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് വീണ്ടും നമുക്ക് 13 അല്ല പോകുന്നത്, 1 അപ്പോൾ വീണ്ടും അവിടെ 1 പ്രാവശ്യം അടിക്കത്തുള്ളൂ, പിന്നെ 2 പ്രാവശ്യം, പിന്നെ 3 പ്രാവശ്യം, അങ്ങനെ രാത്രി 12 മണിയാകുമ്പോൾ 12 പ്രാവശ്യം. അങ്ങനെ 2 ടൈംസ് ഈ 1 + 2 + 3 അങ്ങനെ 12 വരെ അടിക്കും. നമുക്കറിയാം 1 + 2 + 3 + 12 വരെ അടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 12 ആണ്. അങ്ങനെയാണെങ്കിൽ n × n + 1/2 ആണ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇവിടെ 12 ആണ്. അപ്പോൾ ഈ 2 അതുപോലെ എഴുതി, ഇതിനകത്തും എങ്ങനെയാവും n, അതായത് 12 × 12 + 1 എത്ര, 13/2 ആണല്ലോ. അപ്പോൾ ഈ 2ഉം 12ഉം കൂടെ വെട്ടുമ്പോൾ 6 വരും. പിന്നെ ഈ 6 × 13 ചെയ്യുമ്പോൾ എത്ര വരും, 6 × 18 1 78. അപ്പോൾ 78ഉം ഈ വെളിയിലുള്ള 2, 2 × 78, അതായത് 16 ശിഷ്ടം 1 7 2 14 1 15, 156. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ? അതായത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റാണ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. പക്ഷെ അവിടെ ഉള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ രാവിലെ വെളുപ്പിന് 1 മണി അടിച്ചു, 2 മണി അടിച്ചു, 3 മണിക്ക് 3 പ്രാവശ്യം അടിച്ചു, 4 മണിക്ക് 4 പ്രാവശ്യം, അങ്ങനെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ 12 പ്രാവശ്യം അടിക്കും. നമ്മുടെ പെൻഡുലം ക്ലോക്ക് ഓർത്താൽ മതി. അത് കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ പിന്നെ 1 പ്രാവശ്യം അടിക്കുന്നത്. വീണ്ടും ഇത് റെപ്പറ്റീഷനാണ്, വീണ്ടും 1 to 12 റെപ്പറ്റീഷനാണ്. അപ്പോൾ നമുക്ക് 1 + 2 + 3 up to 12 വരെ 2 ടൈംസ് ഒരു ദിവസം ആവർത്തിക്കും. അങ്ങനെയാണ് 2 × 1 + 2 + 3 + 12. ഇനി 1 + 2 + ഇതെന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്നിൻ്റെ വാല്യൂ ഇവിടെ 12 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമ്മ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × n + 1/2 ആണ്. അതായത് n എന്ന് പറഞ്ഞാൽ 12, 12 × 13/2, ഈ 2ഉം 12ഉം കൂടെ വെട്ടുമ്പോൾ 6, 6 × 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 78. അപ്പോൾ 78ഉം ഈ വെളിയിലുള്ള 2ഉം കൂടെ വരും, 2 × 78 156 ടൈംസ് ഈ ക്ലോക്ക് ബെല്ലടിക്കും. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം വളരെ എളുപ്പമാണ്, മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ചോദ്യമാണ്. ഒരു ക്ലോക്കിൽ സമയം 11:40 ആകുമ്പോൾ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര എന്നുള്ളതാണ്. അപ്പോൾ 035/2020 ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ശരിക്കുള്ള സമയം എന്ന് പറയുന്നത് 11:40 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ മിറർ ഇമേജ് എന്ന് കാണാനായിട്ട് 11:60 നിന്ന് 11:40 മൈനസ് ചെയ്യുക. 11:60 നിന്ന് 11:40 മൈനസ് ചെയ്യുക. ഇവിടെ 0. ഈ 0 കാണിക്കുന്നത് 12 മണിയാണ്. 0 കാണിക്കുന്നത് 12 മണിയാണ്. അതായത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 12:20 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ 11:60 നിന്ന് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ 23:60 നിന്ന്, കാര്യം ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിനെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 23 മണിക്കൂറും 60 മിനിറ്റും, അതായത് 24 മണിക്കൂറിനെ നമ്മളിങ്ങനെ ഈ മിറർ ഇമേജ് കാണാൻ നിങ്ങൾ ക്ലോക്ക് പഠിക്കുമ്പോൾ അറിയാം. 23:60 എന്ന് പറഞ്ഞാൽ ആ 24 മണിക്കൂറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ 23:60 നിന്ന് 11:40 കുറച്ച് നോക്കിയേ, 0 2 3 1 പോയാൽ 2 1 12:20 ഡയറക്റ്റ് കിട്ടും. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 11:60 നിന്ന് കുറച്ചിട്ട് ഈ 0 എന്ന് പറയുന്നത് 12 മണിയാണെന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി ചെയ്താൽ മതി. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത് വെൻ ഡയഗ്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ എ കോളേജ് 200 സ്റ്റുഡൻസ് took admission in different subjects. 56 students took biology, 62 took maths, 84 took psychology, 18 students took biology and maths, 20 took biology and psychology, and 12 took maths and psychology. If 8 students took all 3 subjects, how many students took none of these subjects? ഇത് എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇത് 15/2020 KS ഓഫീസറുടെ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് വെൻ ഡയഗ്രത്തിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് വരച്ചു, അതിനകത്ത് നമ്മുടെ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയും വരച്ചു.
3 സബ്ജക്റ്റാണ് ഉള്ളത്. നമുക്കറിയാം മൊത്തത്തിൽ 200 പേരുണ്ട്. അതാണ് യൂണിവേഴ്സൽ സെറ്റ്. മൊത്തമുള്ള ആൾക്കാരുടെ എണ്ണമാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഇതിനകത്ത് ബയോളജിക്കാരുണ്ട്, ഇവിടെ മാത്സുകാരുണ്ട്, സൈക്കോളജിക്കാരുണ്ട്. 3 സബ്ജക്റ്റും കൂടെ എടുത്തത് 8 പേരാണ്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. കാര്യം നമുക്ക് ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് എടുത്തവരുടെ എണ്ണം തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ 3 എടുത്തവരും ഈ സൈക്കോളജി എടുക്കുകയാണെങ്കിൽ സൈക്കോളജി എടുത്തവരുടെ ടോട്ടൽ എണ്ണം എന്ന് പറഞ്ഞ് നമുക്കിവിടെ തന്നിരിക്കുന്നത് 84ആണ്. ആ 84-ൽ സൈക്കോളജി മാത്സും എടുത്തവരും വരും, സൈക്കോളജി മാത്സ് ബയോളജി എടുത്തവരും ഉണ്ട്. അപ്പം അതും സൈക്കോളജി മാത്രം എടുത്തവരും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇൻ്റർസെക്ഷൻ ഭാഗങ്ങൾ ആദ്യം എഴുതുക. ഇവിടെ 8. പിന്നെ അത് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാത്സ് സൈക്കോളജി എടുത്തവർ 12, മാത്സ് സൈക്കോളജി എടുത്തവർ 12 എന്ന് പറയുമ്പോൾ ഇവിടെ 12 വരും. അത് കഴിഞ്ഞിട്ട് ബയോളജി സൈക്കോളജി എടുത്തവർ 20, ഇവിടെ 20. ഓക്കെ ആണല്ലോ. അതുപോലെ ബയോളജി മാത്സും എടുത്തവർ 18. ഓക്കെ ആണോ? അപ്പോൾ ഇത് പോയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് മാത്രം എടുത്തവർ വരുന്നത്. അതായത് ബയോളജി മാത്രം എടുത്തവർ ചോദിക്കുകയാണെങ്കിൽ ഈ ഇൻ്റർസെക്ഷൻ ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ബയോളജി എടുത്ത ടോട്ടൽ സ്റ്റുഡൻസ് ഇത് കുറയ്ക്കുമ്പോൾ ബയോളജി മാത്രം എടുത്തോളൂ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരുടെ എണ്ണം കിട്ടും. അതുപോലെ തന്നെ മാത്സിൻ്റെ ഈ ഇൻ്റർസെക്ഷൻ ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് മാത്സിൻ്റെ ടോട്ടൽ കൗണ്ട് ചെയ്ത് കുറയ്ക്കുമ്പോൾ മാത്സ് മാത്രം എടുത്ത ഈ ഒരു ഭാഗം കിട്ടും. അതുപോലെ തന്നെ സൈക്കോളജിയുടെ കേസും അതുപോലെ തന്നെ ഈ ഇൻ്റർസെക്ഷൻ ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ഭാഗത്ത് ടോട്ടൽ കൗണ്ട് ചെയ്ത് കുറയ്ക്കുമ്പോൾ ഈ ഭാഗത്തുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സബ്ജക്റ്റും എടുക്കാത്തത്, അതായത് ഈ റൗണ്ടിന് വെളിയിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റും എടുക്കാത്തവർ റൗണ്ടിന് വെളിയിലാണ്. സബ്ജക്റ്റ് എടുക്കാത്തവർ സബ്ജക്റ്റിൻ്റെതാണ് ഈ റൗണ്ട് കാണിക്കുന്നത്, അല്ലെ സർക്കിൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വെളിയിൽ വരുന്ന വാല്യൂ കണ്ടുപിടിക്കാനാണ്. ടോട്ടൽ 200 പേരുണ്ട്. അപ്പോൾ ഇതിനുള്ളിലുള്ളവരെ കുറച്ച്, ഈ 200-ൽ നിന്ന് ഈ ഉള്ളിലുള്ളവരെ കുറച്ച് കഴിഞ്ഞാൽ വെളിയിൽ ഒരു സബ്ജക്റ്റും എടുക്കാത്തവരെ നമുക്ക് കിട്ടുമല്ലോ. ആ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മളോട് ചോദിച്ചത് ഒരു ഇതും എടുക്കാത്ത ആൾക്കാരുടെ എണ്ണമാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതായത് എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് 3 സബ്ജക്റ്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞപ്പോൾ ബയോളജി എടുത്തോളൂ, ബി എന്ന് പറഞ്ഞാൽ സൈക്കോളജിയോ സി മാത്സോ അങ്ങനെ എന്ത് വേണം എടുത്തോളൂ. അപ്പോൾ 3 പേരെയാണ് നമ്മളിവിടെ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് സി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് നമ്പർ ഓഫ് എ ബി ഇൻ്റർസെക്ഷൻ സി പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ഇത് കണ്ട് പേടിക്കണ്ട, ഇത് വളരെ എളുപ്പമാണ്. ആദ്യം എയിൽ വരുന്ന ആൾക്കാർ, ഈ എ എന്നൊക്കെ പറയുന്നത് ഒരു സബ്ജക്റ്റ് ഇൻഡിവിജ്വലായിട്ട് പറയുമല്ലോ അത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബയോളജി മാത്സ് ഫിസിക്സ്, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ബയോളജിക്ക് ഞാൻ ബി കൊടുത്തു, ബി യൂണിയൻ എം, മാത്സിന് എം കൊടുത്തു, എം യൂണിയൻ പി, സൈക്കോളജിക്ക് പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബി, നമ്പർ ഓഫ് ബയോളജി പ്ലസ് നമ്പർ ഓഫ് മാത്സ് പ്ലസ് നമ്പർ ഓഫ് സൈക്കോളജി. ഇനി അടുത്ത് മൈനസ് ആണ്. ഇവന്മാർ 3, ഈ ഒറ്റയ്ക്കുള്ളവന്മാർ പ്ലസ്, ഇനി രണ്ടവന്മാരുടെ ഇൻ്റർസെക്ഷൻ മൈനസ്, അങ്ങനെയാണ് പോകുന്നത്. രണ്ടവന്മാരുടെ ഇൻ്റർസെക്ഷന് മൈനസ് നമ്പർ ഓഫ് ബയോളജി ഇൻ്റർസെക്ഷൻ മാത്സ് മൈനസ് നമ്പർ ഓഫ് ബയോളജി ഇൻ്റർസെക്ഷൻ സൈക്കോളജി. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ, നമ്പർ ഓഫ് മാത്സ് ഇൻ്റർസെക്ഷൻ സൈക്കോളജി. അപ്പം ആ 2 ടേം ഇൻ്റർസെക്ഷൻ വരുന്നത് മൈനസ് ആ കൊടുത്തതെല്ലാം. ഇനി അടുത്ത 3 ടേമാണ്, അപ്പോൾ അവിടെ പ്ലസ്, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും. പ്ലസ് നമ്പർ ഓഫ് ബയോളജി ഇൻ്റർസെക്ഷൻ മാത്സ് ഇൻ്റർസെക്ഷൻ സൈക്കോളജി. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. നമ്പർ ഓഫ് ബി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ബയോളജി മാത്രം എടുത്ത കുട്ടികൾ 56 പ്ലസ് മാത്സ് മാത്രം എടുത്തത് 62 പ്ലസ് സൈക്കോളജി മാത്രം എടുത്തത് 84. ഓക്കെ, മൈനസ്, ഇനി ഇവിടെ എല്ലാം മൈനസ് അല്ലേ, അപ്പം ഞാൻ മൈനസിനെ കോമൺ ആയിട്ട് വെളിയിലെടുത്തു. ഈ 2 പേര് വരുന്ന ഇൻ്റർസെക്ഷനിലെല്ലാം മൈനസ് അല്ലേ, ആ മൈനസിനെ കോമൺ ആയിട്ട് വെളിയിലെടുത്തു. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 18 പേര് ബയോളജി മാത്സും ആണ്. അപ്പോൾ 18 മൈനസ് കോമൺ ആയിട്ട് വെളിയെടുക്കുമ്പോൾ അകത്ത് പ്ലസ് വരും അല്ലേ. 18 പ്ലസ്
ഇനി 20 ടുക്ക് ബയോളജി ആൻഡ് സൈക്കോളജി, ബയോളജി സൈക്കോളജി 20 പ്ലസ് അടുത്തത് 12 ടുക്ക് മാത്സ് ആൻഡ് സൈക്കോളജി 12. ഇനി അടുത്തത് പ്ലസ് 3 പേരുടെയും കൂടെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് 3 പേരുടെയും കൂടെ ഇൻ്റർസെക്ഷൻ 8 ആണ്. 8 ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കൂ. 56, നമുക്കിവിടെ ചെയ്തു നോക്കാം. 56, 62, 84 ഇതെല്ലാം കൂടെ കൂട്ടുവാണേ. അപ്പോൾ ഇവിടെ 18ഉം 20ഉം 38, 38ഉം 10ഉം 48, 48ഉം 20, 50. അപ്പോൾ ഇതിൽ നിന്നൊരു 50 മൈനസ് ചെയ്യണം, 8. അപ്പോൾ അതവിടെ കിടന്നോട്ടെ. ഈ ടേമുകളെല്ലാം കൂടെ 50 വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിയേ. 6 2 8, 8 4 12, 12ഉം 8ഉം 20, 2 5 2 7, 7 6 13, 13ഉം 8ഉം 21. അപ്പോൾ 210ൽ നിന്ന് എത്ര കുറയ്ക്കണം? 50 കുറയ്ക്കണം. കാര്യം ഈ ഒരു ടേം, ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേം 50 ആണ്. 0 6 160 വരും. അപ്പം നിങ്ങൾ നോക്കിയേ, 200 കുട്ടികൾ മൊത്തം ഉണ്ട്. അതിൽ 160 പേര്, ഇവിടെ വരുന്ന വാല്യൂ 160 ആണ്. അപ്പോൾ അതായത് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് എടുത്തിട്ടുള്ളവർ 160 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സബ്ജക്റ്റും എടുക്കാത്തവർ എത്രയാണ്? 200ൽ നിന്ന് നമ്മുടെ 200 മൈനസ് 160, 40. ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായോ? അതായത് ഏതെങ്കിലും ഈ ബി യൂണിയൻ എം യൂണിയൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോളജിയും മാത്സും സൈക്കോളജിയും എല്ലാം അവരുടെ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നതാണ് 160. 200 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ 160 പേര് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. ചിലർ ഒന്നിൽ കൂടുതൽ എടുത്തിട്ടുണ്ടാവും, എന്നാലും ഒന്നെങ്കിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും എടുക്കാത്തവരുടെ എണ്ണം എത്രയാണ്? 200 മൈനസ് 160. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇവിടെ 3 ടേംസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയത്. 2 ടേംസ് ആണെങ്കിൽ അതായത് ഇപ്പോൾ എ യൂണിയൻ ബി ആണെങ്കിൽ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അങ്ങനെയുള്ള രീതിയിലാണ് ആ ഇൻ്റർസെക്ഷൻ പാർട്ടൊക്കെ മൈനസ് ചെയ്ത് കളയും. ഇപ്പോൾ ഇവിടെ 3 ടേം ഉള്ളതുകൊണ്ട് നമ്പർ ഓഫ് ഇവിടെ ബി പ്ലസ് നമ്പർ ഓഫ് എം പ്ലസ് നമ്പർ ഓഫ് പി മൈനസ്, ഇനി അടുത്ത് 2 പേരുടെ ഇൻ്റർസെക്ഷൻ വരുന്നതെല്ലാം മൈനസ് ആണ്. പിന്നെ പ്ലസ് 3 പേരുടെ ഇൻ്റർസെക്ഷൻ വരുന്നത്. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും വരും. അപ്പോൾ ഈ ഇക്വേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് വെൻ ഡയഗ്രാം വരച്ച് മനസ്സിലാക്കാം. പക്ഷേ അതിനകത്ത് നമ്മൾ ഇതുപോലെ വാല്യൂസ് ഇട്ട് ചെയ്യണം. ഞാൻ നേരത്തെ വെൻ ഡയഗ്രാം വരച്ച് കാണിച്ചില്ലേ, അതുപോലെ നിങ്ങൾ വരച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ഈ മാത്സ് എടുത്തവരുടെ ഇൻഡിവിജ്വൽ എണ്ണം കണ്ടുപിടിക്കുക. ബയോളജി എടുത്തവർ, അതായത് ഇൻ്റർസെക്ഷൻ ഭാഗങ്ങൾ മൈനസ് ചെയ്തിട്ട് വരുന്നത് കണ്ടുപിടിക്കുക. അതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ വാല്യൂ നിങ്ങൾക്ക് 160 കിട്ടും. അതിന് നിങ്ങൾ 200ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, ഇൻ എ ടെസ്റ്റ് ഇൻ വിച്ച് 200 സ്റ്റുഡൻസ് അപ്പിയർഡ്, 150 passed in physics, 110 passed in mathematics and 125 passed in chemistry. 50 students passed in only one subject and 75 students passed in only 2 subjects. 10 students passed no subjects. How many students passed in all the 3 subjects? Okay. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് 065/2020 ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് നേരത്തെ ചോദ്യമായിട്ട് ഇതിനുള്ള വ്യത്യാസം എന്താണ്? നേരത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് എടുത്തു പറഞ്ഞു, ബയോളജി എടുത്തിരിക്കുന്നവർ ഇത്രയാണ്, മാത്സ് എടുത്തിരിക്കുന്നത് ഇത്രയാണ്, സൈക്കോളജി എടുത്തിരിക്കുന്നത് ഇത്രയാണ്, ബയോളജി മാത്സും ഇത്രയാണ്, ബയോളജിയും സൈക്കോളജി ഇത്രയാണ്, അല്ലേ? മാത്സ് സൈക്കോളജി, അതായത് വ്യക്തമായി നമുക്ക് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ല. ഒരു സബ്ജക്റ്റ് മാത്രം ഇത്ര പേര്, 2 സബ്ജക്റ്റ് മാത്രം ഇത്ര പേര്, 3 സബ്ജക്റ്റ് മാത്രം ഇത്ര പേര്. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ വരച്ചതുപോലെയുള്ള ഒരു വെൻ ഡയഗ്രം നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ വരയ്ക്കേണ്ട വെൻ ഡയഗ്രം ഞാൻ കാണിച്ചു തരാം. നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. ഇവിടെ 200 കുട്ടികളാണ്. അപ്പോൾ 200 നമ്മളത് വരച്ചു. ഇനി നിങ്ങൾ നോക്കിയേ, നമുക്ക് 3 നേരത്തെ വരച്ച പോലെ 3 റൗണ്ട് വരയ്ക്കാം. പക്ഷേ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇൻ്റർസെക്ഷനായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് പാർട്ട് ഇല്ല. അതായത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, അതായത് എന്തുകൊണ്ട് ഇൻ്റർസെക്റ്റിംഗ് പാർട്ട് ഇല്ല, ഒരു ഇത് മാത്രം എടുത്തവർ, 2 ഇത് മാത്രം എടുത്തവർ. കാര്യം നേരത്തെ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് ആ ഇൻ്റർസെക്ഷൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. സോ നമുക്കിവിടെ അവിടെ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു സബ്ജക്റ്റ് മാത്രം എടുത്തവർ, 2 സബ്ജക്റ്റ് മാത്രം എടുത്ത ആ ഓവർലാപ്പ് ഇല്ലാതെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഒരു സബ്ജക്റ്റ് മാത്രം എടുത്തവർ ഇത്രയാണ്, 2 സബ്ജക്റ്റ് മാത്രം എടുത്തവർ ഇത്രയാണ്. മനസ്സിലായോ? അവിടെയാണെങ്കിൽ ഇപ്പോൾ മാത്സ്, ഇപ്പോൾ സപ്പോസ് 72 കുട്ടികൾ മാത്സ് എടുത്തു എന്ന് വെക്കുക. ആ 72ൽ ഇൻ്റർസെക്ഷൻ പാർട്ടുകൾ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ മാത്രമേ മാത്സ് മാത്രം എടുത്തവരുടെ കിട്ടത്തുള്ളൂ.
ഇവിടെ അങ്ങനെയല്ല, വ്യക്തമായിട്ട് ഒരു സബ്ജക്റ്റ് മാത്രം എടുത്തത് ഇത്ര പേരെന്ന് പറഞ്ഞാൽ അതിൽ ഇൻ്റർസെക്റ്റിംഗ് പാർട്ട് ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ വെൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കണം എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. മനസ്സിലായോ? യൂണിവേഴ്സൽ സെറ്റ് സ്ക്വയറിൽ വരച്ചു, 200 ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് പാർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ 3 സെറ്റ് വരച്ചു. ഇത് നമുക്കിങ്ങനെ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എന്നുള്ള രീതിയിലല്ല, 1 സബ്ജക്റ്റ് ഒള്ളി, 1 ഒള്ളി, ഇത് 2 ഒള്ളി, ഇത് 3 ഒള്ളി, അങ്ങനെയാണ് നമുക്ക് ഡേറ്റ ഇവിടെ തന്നിരിക്കുന്നത്. സോ 1 ഒള്ളി നിങ്ങൾ നോക്കിയേ, 50 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ഓൺലി 1 സബ്ജക്റ്റ്, 50 പേര് ഒരു സബ്ജക്റ്റിന് മാത്രം. 75 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ഓൺലി 2 സബ്ജക്ട്സ്, 75. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 10 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ നോ സബ്ജക്ട്സ്, 3 ഓൺലി പറഞ്ഞിട്ടില്ല. 10 സ്റ്റുഡൻസ് ഒരു സബ്ജക്റ്റിനും പാസ്സാവാത്തവർ, അപ്പോൾ അവർ 10ന് വെളിയിൽ എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഒരെണ്ണത്തിനെങ്കിലും പാസ്സായത് 50 പേര്, 2 എണ്ണത്തിന് പാസ്സായത് 75 പേര്, 3 എണ്ണത്തിന് പാസ്സായവരുടെ ഡേറ്റ തന്നിട്ടില്ല, 10 പേര് ഒന്നിനും പാസ്സായില്ല. അങ്ങനെയാണെങ്കിൽ എത്ര പേരാണ് 3നും പാസ്സായത്? നമുക്ക് ഇവിടുത്തെ ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ നോക്കിയേ, 200 കുട്ടികളിൽ 10 പേര് ഒന്നിനും പാസ്സായില്ല. അതായത് 190 പേരാണ് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിന് പാസ്സായവർ. മനസ്സിലായോ? 200 പേരിൽ ഈ 10 വെറുതെ തന്നതല്ല, 200 പേരിൽ 10 പേരെ നമ്മളങ്ങ് കളയണം. ആ 10 പേര് ഈ പിക്ചറിലേ ഇല്ല, കാര്യം അവർ ഒന്നിനും പാസ്സായില്ല. അപ്പോൾ ഈ റൗണ്ടിലുള്ളവർ എന്ന് പറയുന്നത് ഈ 190 പേരാണ്. ഈ 3 റൗണ്ടിലും കൂടെ വരേണ്ട ആൾക്കാർ, 3 റൗണ്ടിൻ്റെയും കൂടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 190. ഇനി എളുപ്പമല്ലേ? 50 + 75 + ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എക്സ് = 190. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാ? 190 - 50 - 75. ഈ 50ഉം 75ഉം അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങളിത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇത് 65 എന്നാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. കേട്ടോ, 65 എന്നാണ് വാല്യൂ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 65 ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. അല്ലേ? ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണിത്. കാര്യം ആൻസർ പോലും അവരിതിൽ കൊടുത്തിട്ടില്ല. നൺ ഓഫ് ദീസ് ആണ് ആൻസർ വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇൻ്റർസെക്ഷൻ പാർട്ട് ഇല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്തുകൊണ്ടാണ്? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, പിന്നെ ഫിസിക്സിന് 2 സബ്ജക്റ്റിന് പാസ്സായവരെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2 സബ്ജക്റ്റിന് പാസ്സായവരെന്ന് പറഞ്ഞാൽ അവർ വ്യക്തമായി ആ നമ്പർ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ ഓവർലാപ്പിംഗ് ഇല്ലാതെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ സബ്ജക്റ്റ് വൈസ് അല്ല നമ്മൾ സെറ്റ് തിരിച്ചിരിക്കുന്നത്. 1ന് പാസ്സായവർ, 2 എണ്ണത്തിന് പാസ്സായവർ, 3 എണ്ണത്തിന് പാസ്സായവർ. അതുകൊണ്ട് തന്നെ അവിടെ ഓവർലാപ്പിംഗ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ നമുക്കിതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ വേറൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 കുട്ടികൾ മുഴുവനായിട്ടുണ്ട്. പക്ഷെ അതിൽ 10 പേര് സീരിയലേ ഇല്ല, കാര്യം അവർ ഒന്നിനും പാസ്സായിട്ടില്ല. സോ ആ 10 പേരെ നമ്മളങ്ങ് കളയണം. അപ്പോൾ 190 പേരാണ് ഈ 3 സെറ്റിലുമായിട്ട്, ഈ കുഞ്ഞു 3 റൗണ്ടിലുമായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് 190ൽ നിന്ന് മറ്റേ 2 സെറ്റിലുള്ളവരുടെ വാല്യൂ മൈനസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സീരീസ്, നമ്മുടെ മെൻ്റൽ എബിലിറ്റിയുടെ സീരീസ്, ഇത് പാർട്ട് 5 ആണ്, കഴിഞ്ഞു. അടുത്ത സീരീസിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.